നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാജ്യത്തെ ലക്ഷക്കണക്കിന് കർഷകർ കാത്തിരിക്കുന്ന ഒരു പ്രധാന സഹായമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന അഥവാ PM കിസാൻ. അടുത്തായി ലഭിക്കേണ്ട 24ാം ഗഡുവിലെ 2000 രൂപ എപ്പോഴാണ് അക്കൗണ്ടിലെത്തുക എന്നതാണ് ഇപ്പോൾ കർഷകരുടെ പ്രധാന സംശയം. പക്ഷേ ഈ ഒരു 24ാം ഗഡു ലഭിക്കണമെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തവർക്ക് മാത്രമേ ഈ ഗഡു ലഭിക്കുകയുള്ളൂ. ഇവർക്ക് 24ാം ഗഡു മാത്രമല്ല മുടങ്ങുന്നത്, 23, 22, 21 എന്നീ ഗഡുക്കളെല്ലാം ലഭിക്കാത്ത ഒരുപാട് പേർ ഇപ്പോഴുമുണ്ട്. ഗഡു പുറത്തിറങ്ങിയപ്പോൾ നിങ്ങളുടെ പേരിൽ പണം തടയപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങൾ നിരവധി കർഷകർക്ക് ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ്. ഈ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ, ഭൂമി വിവരങ്ങൾ ശരിയാണോ, ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള DBT ക്രമീകരണം ശരിയാണോ, PM കിസാൻ സ്റ്റാറ്റസിൽ എന്താണ് കാണിക്കുന്നത്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സർക്കാർ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതുവരെ ആനുകൂല്യം താൽക്കാലികമായി തടഞ്ഞു വെക്കാനും കഴിയും. അതുകൊണ്ട് 24ാം ഗഡു കാത്തിരിക്കുമ്പോൾ പണം എപ്പോൾ വരുമെന്ന് മാത്രം നോക്കാതെ എൻ്റെ രേഖകൾ പണത്തിനായി തയ്യാറാണോ എന്നത് പരിശോധിക്കേണ്ടതാണ് ആദ്യം ഒരു പ്രധാന കാര്യം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. PM കിസാൻ പദ്ധതിയിൽ അർഹരായ കർഷക കുടുംബങ്ങൾക്ക് വർഷത്തിൽ 6000 രൂപ നൽകുന്നു. ഇത് തുല്യ 3 ഗഡുക്കളായിട്ടാണ് നൽകുന്നത്. ആദ്യം ഒരു ഗഡു 2000, അതുപോലെ അങ്ങനെ 3 ഗഡു 2000, 2000, 2000 വീതം 6000 രൂപ 3 ഗഡുക്കളായിട്ടാണ് ഒരു വർഷത്തിൽ ലഭിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ഈ ഒരു PM കിസാന് പുറമെ തന്നെ പല പദ്ധതികളും ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അതിലും ഇതുപോലെ 2000 അല്ലെങ്കിൽ മാസം 1000 എന്നുള്ള ഒരു രീതിയിലെല്ലാമാണ് പല സംസ്ഥാനങ്ങളും കർഷകർക്കായി ഇങ്ങനെയുള്ള ഒരു പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി ഇല്ല. പക്ഷെ 60 വയസ്സിന് ശേഷമുള്ള കർഷക പെൻഷൻ എന്നുള്ള ഒരു രീതിക്ക് ഇപ്പോഴും പെൻഷൻ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ തുക നേരിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെയാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് ഗഡു ലഭിക്കുന്നതിന് മുൻപ് ബെനിഫിഷ്യറി വിവരങ്ങളും തിരിച്ചറിയൽ ഭൂമി ബാങ്കിംഗ് സംബന്ധമായ ആവശ്യമായ പരിശോധനകളും ശരിയാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇവിടെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുത്ത ഗഡു പ്രതീക്ഷിക്കുന്ന കർഷകർ ആദ്യം KYC പൂർത്തിയാക്കണം എന്നുള്ളത്. ഇത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് KYC. PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ KYC നിർബന്ധമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. OTP അടിസ്ഥാനത്തിലുള്ള KYC പോർട്ടലിലൂടെ ലഭ്യമാണ്. കൂടാതെ CSC കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് രീതിയിലും KYC പൂർത്തിയാക്കാനുള്ള സൗകര്യം നിലവിലുണ്ട്. അതിനാൽ മുൻപ് പണം കിട്ടിയിട്ടുണ്ട്, അതിനാൽ എനിക്ക് ഇനിയും ലഭിക്കുമെന്ന് പറയരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു കാരണത്താൽ മാത്രം പണം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ KYC ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പാക്കണം എന്ന് പറഞ്ഞുതരാം. പലർക്കും ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരിക്കലും ഈ KYC ചെയ്തത് കൊണ്ട് എല്ലാം തീർന്നു എന്ന് കരുതുന്നു. പക്ഷേ നിങ്ങളുടെ PM കിസാൻ പ്രൊഫൈലിൽ നിലവിൽ സ്റ്റാറ്റസ് എന്താണെന്ന് പരിശോധിക്കണം. OTP ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നവർ ഔദ്യോഗിക PM കിസാൻ സംവിധാനത്തിലൂടെ നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാം. OTP ലഭിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ നടപടിക്രമങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ CSC വഴി ബയോമെട്രിക് ഓതന്റിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഈ KYC സ്റ്റാറ്റസ് ആദ്യം പരിശോധിക്കുക എന്നുള്ളതാണ്. ഇനി ഭൂമി രേഖകളുടെ കാര്യം. PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നതിൽ ഭൂമി സംബന്ധമായ വിവരങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ ഭൂമിയുടെ വിവരങ്ങൾ സർക്കാർ റെക്കോർഡുമായി ശരിയായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ലാൻഡ് സീഡിംഗ് സംബന്ധിച്ച് പ്രശ്നമുണ്ടെങ്കിൽ അടുത്ത ഗഡു ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് സ്റ്റാറ്റസിൽ ഭൂമി സംബന്ധമായ പ്രശ്നം കാണുന്നവർ ബന്ധപ്പെട്ട സംസ്ഥാന പ്രാദേശിക അധികൃതരുമായി ബന്ധപ്പെടണം. പ്രധാനമായും പേര് തെറ്റുണ്ടോ, ഭൂമി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലേ, രേഖകളിൽ ഉടമസ്ഥാവകാശം സംബന്ധമായ മാറ്റമുണ്ടോ, ഇവയെല്ലാം നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ചില ഗുണഭോക്താക്കളുടെ പണം എന്തുകൊണ്ട് താൽക്കാലികമായി തടയാം എന്നുള്ള കാര്യം, അതായത് ഇത് പലർക്കും അറിയാത്തൊരു പ്രധാന കാരണമാണ്. PM കിസാൻ ഔദ്യോഗിക പോർട്ടൽ വ്യക്തമാക്കുന്നത് പദ്ധതിയുടെ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയയിൽ പെടാൻ സാധ്യതയുള്ള ചില കേസുകൾ സർക്കാർ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്. ഉദാഹരണമായി 2019 ഫെബ്രുവരി 1 ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിച്ച ചില കേസുകൾ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഒന്നിലധികം അംഗങ്ങൾ ആനുകൂല്യം സ്വീകരിക്കുന്ന കേസുകൾ തുടങ്ങിയവ ഫിസിക്കൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതുവരെ താൽക്കാലികമായി വിത്ത്ഹെൽഡ് ചെയ്യപ്പെടാം എന്ന് ഔദ്യോഗിക പോർട്ടലിൽ തന്നെ പറയുന്നുണ്ട്. അതിനാൽ പണം തടഞ്ഞു വെച്ചതായി കാണുമ്പോൾ ഉടൻ തന്നെ പദ്ധതിയിൽ നിന്ന് എന്നെ ഒഴിവാക്കിയെന്ന് തീരുമാനിക്കേണ്ടതില്ല. ആദ്യം കാരണം മനസ്സിലാക്കണം. ഭർത്താവിനും ഭാര്യയ്ക്കും 2
രണ്ടുപേർക്കും പണം കിട്ടുമോ എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും സംശയമുണ്ട്. PM കിസാൻ കുടുംബ നിർവചനത്തിൽ ഭർത്താവ്, ഭാര്യ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് എല്ലാവർക്കും ചെയ്യുന്ന ഒരു PM കിസാൻ പദ്ധതി എന്നുള്ളതാണ്. പദ്ധതിയുടെ നിയമങ്ങളിൽ അനുവദനീയമല്ലാത്ത രീതിയിൽ ഒരു കുടുംബത്തിലെ ഒന്നിലധികം അംഗങ്ങൾ ഗുണഭോക്താക്കളായി പ്രത്യക്ഷപ്പെട്ടാൽ വെരിഫിക്കേഷൻ ആവശ്യമായി വരും. അതുകൊണ്ട് കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും പ്രത്യേകം PM കിസാൻ ലഭിക്കുമെന്ന ധാരണ ശരിയല്ല. നിങ്ങളുടെ കുടുംബത്തിലെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഔദ്യോഗികമായി പരിശോധിക്കുക എന്നതാണ് ശരിയായ മാർഗം. ഇനി അടുത്തതായി ബാങ്ക് വിവരങ്ങളാണ്. PM കിസാൻ തുക DBT വഴിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പണം എത്തുന്നതിൽ തടസ്സമുണ്ടാകും. കർഷകർ സ്വന്തം ബാങ്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആധാർ ലിങ്കിങ് ശരിയാണോ? DBT സ്വീകരിക്കുന്ന അക്കൗണ്ട് ആക്റ്റീവ് ആണോ? ബാങ്ക് വിവരങ്ങളിൽ തെറ്റുണ്ടോ? NPCI സംബന്ധമായ മാപ്പിംഗ് ശരിയാണോ? ഇവയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ബാങ്കിൽ അത് നിങ്ങൾ പരിഹരിക്കേണ്ടതാണ്. ഇനി പണം വന്നില്ല എന്ന് മാത്രം അറിയുന്നത് കൊണ്ട് പ്രശ്നം പരിഹരിക്കാനാവില്ല. എന്താണ് കാരണം? അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇതിനായി ഔദ്യോഗിക PM കിസാൻ പോർട്ടലിൽ പോവുക. നോ യുവർ സ്റ്റാറ്റസ് എന്ന സൗകര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാം. കർഷകന്റെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് സംബന്ധമായ വിവരങ്ങൾ പരിശോധിക്കാനും പേയ്മെന്റ് സംബന്ധമായ വിവരങ്ങൾ മനസ്സിലാക്കാനും ഇത് സഹായിക്കും. ഔദ്യോഗിക പോർട്ടലിൽ നോ യുവർ സ്റ്റാറ്റസ്, അതുപോലെ ബെനിഫിഷ്യറി ലിസ്റ്റ്, അപ്ഡേറ്റ് മൊബൈൽ നമ്പർ തുടങ്ങിയ ഫാർമർ കോർണർ സേവനങ്ങളും ലഭ്യമാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി 24ാം ഗഡുവിന്റെ പേരിൽ ചിലർ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും നിങ്ങൾക്ക് ഈ തീയതിയിൽ 4000 രൂപ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പണം ലഭിക്കും, അതായത് UPI OTP നമ്പർ എല്ലാം നൽകി നിങ്ങൾ അതിൽ ഇരയാവരുത്. അത് വെറും ഫേക്ക് ആണ്. നിങ്ങളുടെ മൊബൈൽ ഹാക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാനും പണം ഇല്ലാതാക്കാനും അവർക്ക് സാധിക്കുമെന്നുള്ളത് മറക്കരുത്. ഇനി കർഷകർ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഇതാണ്. 2026 ജൂൺ 20-നാണ് PM കിസാൻ 23ാം ഗഡു പുറത്തിറക്കിയത്. 24ാം ഗഡു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ കാലയളവിൽ വരുമെന്ന പ്രതീക്ഷ സംബന്ധിച്ച് വിവിധ നാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കൃത്യമായ തീയതി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ചില റിപ്പോർട്ടുകളിൽ ഒക്ടോബർ 2026 പ്രതീക്ഷിക്കുന്നതായി പറയുന്നുമുണ്ട്. അതുകൊണ്ട് വീഡിയോയിൽ തീയതി ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ തീയതി നമുക്ക് സ്ഥിരീകരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ 6 കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടതാണ്. 1. eKYC പരിശോധിക്കുക. 2. PM കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കുക. 3. ലാൻഡ് സീഡിംഗ് ഭൂമി വിവരങ്ങൾ പരിശോധിക്കുക. 4. ആധാർ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. 5. ബാങ്ക് DBT സംബന്ധമായ NPCI മാപ്പിംഗ് ഉറപ്പാക്കുക. ഇനി 6. നിങ്ങളുടെ പേര് ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഈ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ശരിയാക്കി വയ്ക്കുന്നത് അടുത്ത ഗഡുവിന്റെ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഡിലേ ഒഴിവാക്കാൻ സഹായിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ മുൻപത്തെ ഗഡുക്കൾ പോലും തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ശരിയാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പണം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി പഴയ ഗഡു ലഭിക്കാത്തവർ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമുണ്ട്. ഒരു കർഷകന് മുമ്പത്തെ ഗഡു ലഭിച്ചിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യം നിങ്ങൾ സ്റ്റാറ്റസ് പരിശോധിക്കണം. അതിൽ പേയ്മെന്റ് ഫെയിൽഡ് ആണോ, വെരിഫിക്കേഷൻ പെൻഡിങ് ആണോ, eKYC ഇൻകംപ്ലീറ്റഡ് ആണോ, ലാൻഡ് റിലേറ്റഡ് പ്രശ്നമുണ്ടോ, എലിജിബിലിറ്റി സംബന്ധമായ തടസ്സമുണ്ടോ, അത് നിങ്ങൾ കണ്ടെത്തിയ ശേഷം മാത്രമേ അടുത്ത നടപടിയും തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. പഴയ തുക എല്ലാവർക്കും സ്വമേധയാ ഒരുമിച്ച് ലഭിക്കുമെന്ന് ഉറപ്പ് നൽകാനും കഴിയില്ല എന്നുള്ളതാണ്. അർഹത പരിശോധന, സർക്കാർ പ്രോസസ്സിംഗ് എന്നിവ അനുസരിച്ച് കുടിശ്ശിക സംബന്ധമായ നടപടി നടക്കും. ഇനി കർഷകർ ഓർക്കേണ്ട ഒരു കാര്യം, PM കിസാൻ ഗഡു ലഭിച്ചെന്ന ഒരു കാര്യം കൊണ്ട് മാത്രം എല്ലാ ഗഡുക്കളും ഉറപ്പായും ലഭിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട. കാരണം നിലവിലെ എലിജിബിലിറ്റി രേഖകളും പരിശോധിക്കപ്പെടുമെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ പ്രധാനമായും ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് PM കിസാന്റെ അടുത്ത ഗഡു നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.